ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫുഡ് ഐറ്റം ഒന്നുമല്ല കേട്ടോ. പക്ഷെ ഇത് തലയിൽ തേക്കുന്ന ഒരു എണ്ണയാണ്. വേഗം കാര്യങ്ങൾ പറയാം. എനിക്ക് തലയിൽ താരനും പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയ സമയത്താണ് ഏത് എണ്ണയാണ് ഉപയോഗിക്കുക എന്നുള്ളൊരു പ്രശ്നം വന്നു. അങ്ങനെ വൈദ്യരെയൊക്കെ കാണിച്ചിട്ട് ഞാൻ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ വീട്ടിൽ കാച്ചിയതായാലും ഏത് എണ്ണ ഉപയോഗിച്ചാലും ഭയങ്കര തലവേദന കേട്ടോ, ഒന്നും പറ്റാത്ത പോലെ. അപ്പം കാരണം സ്ഥിരമായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നെ കുറേയൊക്കെ ഞാൻ ഇങ്ങനെ നല്ലെണ്ണ ഉപയോഗിച്ചിരുന്നു. നല്ലെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മുടിയൊക്കെ നന്നായിട്ട് വളരും, അതുപോലെ തന്നെ നല്ല കട്ടിപ്പൊക്കെ വയ്ക്കും. പക്ഷെ അങ്ങനെ ഒരു ഒട്ടണ പോലത്തെ ഉള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പം പിന്നെ എനിക്കിങ്ങനെ ഈ താരൻ്റെ പ്രശ്നവും വന്നു. അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നരയ്ക്കണൊരിത്. ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ അതിനുള്ള പ്രായമൊക്കെ കേട്ടോ. കുറേ മുൻപ് എന്നെ ഇങ്ങനെ മുടി നരച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ഈ പെട്ടെന്ന് നരയ്ക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സൈഡ് മാത്രം, ഒരു സൈഡ് ഭയങ്കരമായിട്ട് ഇതിങ്ങനെ വന്നു. അപ്പം എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഞാനൊരു എണ്ണ കാച്ചിയെടുത്തു കേട്ടോ. അപ്പം ഈ എണ്ണ കാച്ചിയെടുത്തപ്പോൾ ഞാൻ അത്യാവശ്യം എന്താ പറയുക, നമുക്ക് തലയ്ക്ക് യോജിക്കുന്ന, അതായത് തലയ്ക്ക് എന്തൊക്കെ മുടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമോ അതിനൊക്കെ പറ്റുന്ന സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ എണ്ണ കാച്ചി. നല്ല സ്മെല്ലാട്ടോ ഒന്നാമത്. പിന്നെ ഇപ്പം ഇതൊക്കെ കാച്ചിട്ട് കുറേ ആയി, പക്ഷെ അങ്ങനെ കേട് വരുന്നില്ല. ചിലതൊക്കെ എണ്ണ കേട് വന്നു പോകും, പക്ഷെ ഇത് അങ്ങനെ കേട് വന്നു പോകണമൊന്നുമില്ല. നല്ല സ്മെല്ല്. ഇത് ഞാൻ കുറച്ച് പേർക്കൊക്കെ ഇത് കാച്ചി കൊടുത്തു കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് പിന്നെ ഇത് ഫീൽ ചെയ്ത് ഒന്നോ രണ്ടോ ദിവസം തേക്കുമ്പോൾ മുടി നിറം മാറുന്നല്ല പറയണത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു എണ്ണ യൂസ് ചെയ്യുമ്പോൾ സത്യമായിട്ട് ആ ഒരു എന്താ പറയുക, നല്ല വെള്ള കളർ ആവണം മുടി. അതിനൊരു ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു നല്ല വെള്ള കളർ മാറിയിട്ട് വേറൊരു പെട്ടെന്ന് അറിയാത്ത വിധത്തിലേക്ക് മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇതേപോലെ തന്നെ മേല് തേക്കുന്ന എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിങ്ങനെ എന്താ പറയുക, പെൺകുട്ടികൾക്കൊക്കെ നല്ല സ്മൂത്തായിട്ടുള്ള സ്കിന്ന് ആവാനും, അതേപോലെ തന്നെ ഈ പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ പറ്റും. പിന്നെ നമ്മുടെ പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് അതേപോലെ നമുക്കൊക്കെ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആവും കേട്ടോ സ്കിന്നൊക്കെ. ഞാൻ പിന്നെ അതിൽ നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്യുന്നു. മഞ്ഞളിൻ്റെ അംശം കുറച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ എണ്ണയാണ്. അതും ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നല്ല ഒരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയണത് കേട്ടോ.